PSC അറിവിൻ്റെ ഓഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് PSC ബുള്ളറ്റിൻ 10,000 GK അതിലെ 3500 മുതൽ 3600 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 3500ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് നരസിംഹ റാവു. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. കലിംഗ യുദ്ധത്തിൽ മനംനൊന്ത് ബുദ്ധമതം സ്വീകരിച്ച ചക്രവർത്തി അശോകനാണ്. കലിംഗ യുദ്ധം നടന്ന വർഷം BC 261. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. പാഴ്സി മതം സ്ഥാപിച്ചത് സൊറഷ്ട്രർ. പാഴ്സികളുടെ അഗ്നിക്ഷേത്രങ്ങളുള്ള ഉഡ്വാഡ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബി കാ മക്ബറ. പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞ കയറ്റക്കാരെ പുറത്താക്കാൻ കാർഗിലിൽ 1999 നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ. ഇന്ത്യൻ മാക്യവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചാണക്യൻ. അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ് ജെയിംസ് ബുക്കാനൻ. പാവങ്ങളുടെ മത്സ്യം എന്നറിയപ്പെടുന്നത് ചാള. പസഫിക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പനാമ കനാൽ. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ. പാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം കരോട്ടിൻ. ബാലചന്ദ്ര മേനോനെ ഭരത് അവാർഡിന് അർഹനാക്കിയ ചിത്രം സമാന്തരങ്ങൾ. പാട്ന നഗരത്തിൻ്റെ പഴയ പേര് പാടലീപുത്രം. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി മേയർ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ലാക്ടേസ്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂൺ. പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് ഉപയോഗത്തിലുള്ളത്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാം. പാലിയൻറ്റോളജി ഫോസിൽ പഠനമാണ്. ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവാണ് രാജ രാമണ്ണ. പാകിസ്ഥാൻ്റെ ദേശീയ ഗാനം ക്വാമി തരാന. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ നിർവഹണ അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പ്രസിഡന്റ്. കബഡിയുടെ ജന്മനാട് ഇന്ത്യ. പാലവംശം സ്ഥാപിച്ചത് ഗോപാലൻ. ശബ്ദമലിനീകരണം അളക്കാനുള്ള യൂണിറ്റ് ഡെസിബൽ. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്നത് നാഫ്തലിൻ. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മാഗല്ലൻ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീഥൈൽ ആൽക്കഹോൾ. വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോൺ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി വള്ളത്തോൾ. ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദി മോണ്ടിവീഡിയോ. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരലി. പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ. പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ബുദ്ധമതം. ആധുനിക വിനോദസഞ്ചാരത്തിൻ്റെ പിതാവാണ് തോമസ് ഹുക്ക്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. സമതാസ്ഥൽ ആരുടെ സമാധി സ്ഥലമാണ്? ജഗ്ജീവൻ റാം. പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1962. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ ഉയർത്തിയത് മാഡം ഭിക്കാജി ഗാമ. ഇന്ത്യൻ പ്രസിഡന്റായ ഏക ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാം.
ബ്രിട്ടനിലെത്തിയ ആദ്യത്തെ ബ്രാഹ്മണൻ രാജാറാം മോഹൻ റോയ്. രാഷ്ട്രകൂട വംശത്തിൻ്റെ തലസ്ഥാനം മാന്യഖേദ. തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ജി രാമചന്ദ്രൻ. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ആചരിക്കുന്നത് ദേശീയോദ്ഗ്രഥന ദിനമായിട്ടാണ്. കോവൈ എക്സ്പ്രസ് ചെന്നൈയെ ഏത് നഗരവുമായി ബന്ധപ്പെടുത്തുന്നു? കോവൈ എക്സ്പ്രസ് ചെന്നൈയെ ഏത് നഗരവുമായി ബന്ധിപ്പിക്കുന്നു? കോയമ്പത്തൂര്. ഇന്റർ പാർലമെന്ററി യൂണിയന്റെ ആസ്ഥാനം ജനീവ. കേണൽ ജോൺ മൺറോയെ തിരുവിതാംകൂറിലും കൊച്ചിയിലും റെസിഡൻ്റായ ആയത് AD 1810 ആധുനിക കാർട്ടൂണിൻ്റെ പിതാവാണ് വില്യം ഹൊഗാർത്ത്. പാലവംശത്തിൻ്റെ ഏറ്റവും മഹാനായ രാജാവാണ് ധർമ്മപാലൻ. യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം മോസ്കോ. പാട്ന നഗരം സ്ഥാപിച്ചത് ഷേർഷാ. ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലം ബാഴ്സിലോണ. പാർത്ഥസാരഥി ക്ഷേത്രം ആറന്മുള. ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി. പാണ്ഡെയുടെ ജന്മദേശം ചൈന. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ജീനുകൾ. ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ ബുദ്ധം, ധർമ്മം, സംഘം. അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമൻ. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിൽ. പറയിപെറ്റ പന്തിരികുലത്തിലെ ഏക വനിത കാരക്കലമ്മ. ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ട ഭാഷ സംസ്കൃതം. നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ്? കൊല്ലം. പാർത്ഥിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ ഗോണ്ടോഫ് ഫെർണസ്. നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ. പാർലമെൻറ്റുകളുടെ മാതാവ് ബ്രിട്ടൻ. പർദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നത് ഏലക്ക. നൂൻമതി എണ്ണ ശുദ്ധീകരണശാല ആസാമിലാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യർ. നൂർജഹാൻ എന്ന വാക്കിനർത്ഥം ലോകത്തിൻ്റെ പ്രകാശം. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ ഗേറ്റ്. ഇന്ത്യയുടെ ബൈസൈക്കിൾ നഗരം ലുധിയാന. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. ഷോലാപൂര് ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധം? പരുത്തി തുണിത്തരങ്ങൾ. രാജ്യസഭാംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി AK ആന്റണി. ഗോവയുടെ ലെജിസ്ലേറ്റീവ് തലസ്ഥാനം പോർവോ റിം. രണ്ടാം ജൈനമത സമ്മേളനം നടന്ന വർഷം AD 512. നൂർജഹാൻ്റെ പഴയ പേര് മെഹറുനിസ. സോണിപ്പട്ട് എന്ന സ്ഥലം എന്തിനാണ് പ്രസിദ്ധം? സൈക്കിൾ. രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര 19. ഹോമിനിഡെ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവിയാണ് മനുഷ്യൻ. 100ാമത്തെ സാഹിത്യ നോബൽ ജേതാവാണ് JM കൂറ്റ്സെ. ഏറ്റവും വലിയ സാർക്ക് രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ബഹിരാകാശത്ത് പോയ ആദ്യത്തെ മുസ്ലിം പ്രിൻസ് സുലൈമാൻ അൽ മസൂദ്. ബഹിരാകാശത്ത് പോയ ആദ്യത്തെ മുസ്ലിം പ്രിൻസ് സുലൈമാൻ അൽ മസൂദ്. ശൃംഗേരി മഠം സ്ഥാപിച്ചത് ശങ്കരാചാര്യര്. ബെർമുഡ ഏത് രാജ്യത്തിൻ്റെ ആശ്രിത പ്രദേശമാണ്? UK. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകം. ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം സൊയൂസ് T-11. ബരാമതി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കട്ടക്ക്. രണ്ടാം ജിനൻ എന്നറിയപ്പെടുന്നത് ആര്യ സുധർമ്മൻ. തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.